മഹാരാഷ്ട്രയിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ബാരാമതി. ഒരു കുടുംബത്തിലെ ഏറ്റവും അടുത്ത രണ്ട് ബന്ധുക്കൾ തമ്മിലാണ് ഇവിടെ ഏറ്റുമുട്ടുന്നത്. പവാർ കുടുംബത്തിലെ രണ്ടുപേർ നേർക്കുനേർ വരുന്നു. പുതുമുഖം യുഗേന്ദ്ര പവാറാണ് പിതൃ സഹോദരൻ അജിത് പവാറിനെതിരെ ഇവിടെ മത്സരിക്കുന്നത്. കുടുംബ പ്രശ്നമല്ല, ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നാണ് യുഗേന്ദ്ര പവാർ ബാരാമതിയിൽ വെച്ച് 24 പറഞ്ഞത്. ബാരാമതിയിലെ ശരിക്കുമുള്ള പോരാട്ട ചിത്രം അറിയാൻ NCP ശരത് പവാർ വിഭാഗത്തിന്റെ ഓഫീസിലേക്ക് പോകണം. NCP ശരത് പവാർ വിഭാഗത്തിന്റെ പാർട്ടി ഓഫീസിലാണ്, ബാരാമതിയിലെ ഓഫീസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ പാർട്ടി ഓഫീസിനകത്തെയും പുറത്തെയും ഒക്കെ പോസ്റ്ററുകളിലേക്ക് നോക്കിയാൽ എവിടെയും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ, യുഗേന്ദ്ര പവാറിന്റെ ഫോട്ടോ കാണാനില്ല. അതായത് മത്സരിക്കുന്നത് യുഗേന്ദ്ര പവാർ ആണെങ്കിലും പുറകിൽ മത്സരം നിയന്ത്രിക്കുന്നത് അത്രയും ശരത് പവാർ നേരിട്ട് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുപ്രിയ സുലെയോട് തന്റെ ഭാര്യ തോറ്റതിന്റെ ക്ഷീണം അജിത്തിനുണ്ട്. ബാരാമതിയിൽ സ്വയം തോറ്റാൽ തന്റെ രാഷ്ട്രീയ ഭാവി പോലും അനിശ്ചിതത്വത്തിലാവും. തിരിച്ചുവരവിന് ശ്രമിക്കുന്ന അജിത്തിന് കനത്ത പരീക്ഷയാണ് സഹോദരപുത്രൻ തന്നെ എതിരാളിയായി എത്തിയതോടെ. പ്രചാരണ തിരക്കിലാണ് യുഗേന്ദ്ര പവാർ. ഇപ്പോൾ 24-നൊപ്പം ബാരാമതിയിൽ നിന്ന് അദ്ദേഹം ചേരുകയാണ്. യുഗേന്ദ്രജി, the split in the party is a reality, but split in the family is getting widening. No, not really. I don't believe that it's widening. I think it's an ideological difference, but that's about it. ബാരാമതിയിൽ 7 തവണ NCPയുടെ ചിഹ്നത്തിൽ ജയിച്ചയാളാണ് അജിത് പവാർ. മഹായുതി 170-ലധികം സീറ്റ് നേടുമെന്നും തന്റെ ഭൂരിപക്ഷം 1.5 ലക്ഷം വരുമെന്നുമാണ് അജിത്തിന്റെ അവകാശവാദം. വെറും തോന്നലെന്ന് യുഗേന്ദ്ര. I think when anybody is doing something, they have to project confidence. Nobody is going to say, oh, I'm standing, but I'm going to lose. He was 7-time MLA because Pawar Sahab was backing him, Pawar Sahab was blessing him. And today Pawar Sahab is not with him. His blessings are with us. And the people of Baramati have always sided with Pawar Sahab. അജിത്തിന്റെ സഹോദരൻ ശ്രീനിവാസ് പവാറിന്റെ മകനാണ് യുഗേന്ദ്ര. വിദേശ പഠനം കഴിഞ്ഞ് അച്ഛന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്രതീക്ഷിതമായി രാഷ്ട്രീയ പ്രവേശം. ശരത് പവാറിന്റെ ഒരു പിന്തുണയാണ് ഇപ്പോഴും യുഗേന്ദ്ര പവാർ അദ്ദേഹത്തിന്റെ ഒരു കരുത്തായി ഉയർത്തി കാണിക്കുന്നത്. ബാരാമതിയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.